കർത്താവിൻ്റെ പ്രിയപ്പെട്ട പൊന്നു പൈതലേ, ഈ ദിവസങ്ങളിൽ ദൈവസാന്നിധ്യത്തിൽ നിങ്ങൾ ആയിരിക്കുമ്പോഴും യേശുവിനോട് പറയാതെ നിങ്ങളുടെ മൗനത്തിൽ നിങ്ങൾ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന ചില കാര്യങ്ങൾക്ക് ദൈവം ഉത്തരം തരാൻ പോകുകയാണ്. അതായത് ഒരിക്കൽ പോലും പ്രാർത്ഥിച്ചിട്ടില്ലാത്ത, ദൈവസന്നിധിയിലായിരിക്കുമ്പോഴും ഇതുവരെയും പ്രാർത്ഥിക്കാനൊരു വാചകമായി ദൈവസന്നിധി നൽകാത്ത നിങ്ങളുടെ ഹൃദയത്തിനകത്ത് മറഞ്ഞു കിടക്കുന്ന ചില രഹസ്യമായ ആഗ്രഹങ്ങൾ എൻ്റെ ദൈവം മനസ്സറിഞ്ഞ് ഇന്ന് നിനക്ക് വേണ്ടി അതിൻ്റെ ഉത്തരം തരാൻ പോകുകയാണ്. ബൈബിൾ നമ്മളോട് പറയുന്നു, നമ്മുടെ കർത്താവ് തൻ്റെ ഭക്തന്മാരുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അറിയുന്നവനും തൻ്റെ ഭക്തന്മാരുടെ ഹൃദയത്തിലെ ആഗ്രഹത്തെ സാധ്യമാക്കുന്നവനുമാണ്. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്ന ഈ മനോഹര നിമിഷത്തിൽ ഇന്നത്തെ ദൈവിക ആലോചന കേൾക്കുവാൻ ഇന്നത്തെ പ്രവചനദൂതിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഉന്നതനായ യേശുവിൻ്റെ വലിയ നാമത്തിൽ സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 1-2 വചനങ്ങളിൽ നിന്നാണ് പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ നമ്മളോട് സംസാരിക്കാൻ പോകുന്നത്. ആ തിരുവെഴുത്ത് ഇങ്ങനെയാണ്: ആ ദിവസങ്ങളിൽ ഏറ്റവും വലിയ പുരുഷാരം ഉണ്ടായിരിക്കെ അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നുമില്ലായ്ക കൊണ്ട് യേശു ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചു. ശ്രദ്ധയോടെ കേൾക്കണമേ. അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നുമില്ലായ്ക കൊണ്ട് യേശു ശിഷ്യന്മാരെ തൻ്റെ അരികിലേക്ക് വിളിച്ചു. എന്നിട്ട് അവരോട് പറയുന്നു, ഈ പുരുഷാരം ഇപ്പോൾ 3 നാളായി എന്നോട് കൂടെ പാർക്കുന്നു. അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നുമില്ലായ്ക കൊണ്ട് എനിക്ക് അവരോട് അലിവ് തോന്നുന്നു. ഒരാമേൻ പറയണം. കർത്താവിനെ കരമുയർത്തി ഇന്ന് രാവിലെ ദൂത് കേൾക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് സ്തുതിക്കേണ്ടതായിട്ടുണ്ട്. ആമേൻ. യേശുവിൻ്റെ പ്രത്യേകത 3 ദിവസമായി കൂടെ നടന്നവരുടെ, തൻ്റെ ഒപ്പമായിരുന്നവരുടെ കാലിലെ പൊടിയും അവരുടെ വയറ്റിനകത്തെ കത്തലും അവരുടെ കണ്ണുകളിലെ ക്ഷീണവും എൻ്റെ യേശു കണ്ടു. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, 3 ദിവസങ്ങളായി തൻ്റെ കൂടെ നടന്നവരുടെ കാലിലെ പൊടിയും അവരുടെ വയറിനകത്തെ ശൂന്യതയും അവരുടെ കണ്ണുകളിലെ ക്ഷീണവും യേശു കണ്ടു. ദൈവശബ്ദം കേട്ട് ഇറങ്ങിത്തിരിച്ച ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട പൈതലേ, നീ ആയിരിക്കുന്ന ഇപ്പോഴത്തെ ജീവിത സാഹചര്യത്തിൻ്റെ അകത്ത് നീ അനുഭവിക്കുന്ന മുഴുവൻ പ്രയാസങ്ങളും, നീ ദൈവത്തോട് പറയാതെ നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ വിശപ്പടക്കമുള്ള സകല സാഹചര്യങ്ങളും വലിയവനായ യേശു കൃത്യമായി തന്നെ മനസ്സിലാക്കുന്നു. ഇന്ന് രാവിലെ ദൈവമേ, നീ എന്നെ കാണുന്നില്ലയോ എന്നൊരു ചോദ്യം പലർക്കുമുണ്ട്. നിന്റെ ഹൃദയത്തിലെ നിരൂപണം മാത്രമല്ല, നിന്റെ വയറിൻ്റെ വേദനകൾ, വിശപ്പ് പോലും അവൻ കാണുന്നു. നിന്റെ അവസ്ഥകളെ കൃത്യമായി കണ്ടുകൊണ്ട് നിന്നെ സഹായിക്കുവാൻ അവിടുത്തെ പൊൻകരം ഇന്ന് രാവിലെ നീട്ടാൻ പോവുകയാണ്. ഈ 8-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വചനം നമ്മളോട് ഇങ്ങനെയാണ് പറയുന്നത്: ആ ദിവസങ്ങളിൽ ഏറ്റവും വലിയ പുരുഷാരം ഉണ്ടായിരിക്കെ അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നുമില്ലായ്ക കൊണ്ട് യേശു ശിഷ്യന്മാരെ അരികിലേക്ക് വിളിക്കുകയാണ്. ഞാനൊരു ദൂത് ഇന്ന് രാവിലെ നിങ്ങളോട് പറയാം. എൻ്റെ യേശു ഇല്ലായ്മ കാണുമ്പോൾ ശിഷ്യരെ വിളിക്കുന്നവനാണ്. എൻ്റെ യേശു നിന്റെ ഇല്ലായ്മ കാണുമ്പോൾ അത് നൽകുവാനുള്ള പദ്ധതിയുടെ ഭാഗമായി ചിലർക്ക് നിന്റെ പേര് കൈമാറുന്നവനാണ്. നിന്റെ ഈ ദിവസങ്ങളിലെ പ്രയാസങ്ങൾക്ക് പരിഹാരം സൃഷ്ടിക്കേണ്ടതിന് കർത്താവിൻ്റെ കുഞ്ഞെ, എൻ്റെ യേശു ഈ ദിവസങ്ങളിൽ ചിലരെ വിളിച്ച് ഉണർത്തുന്നുണ്ട്. നിനക്ക് വേണ്ടി എൻ്റെ ദൈവം ചിലരെ വിളിച്ച് ഏർപ്പാടാക്കുന്നുണ്ട്. ആ ദൈവപ്രവൃത്തി നടക്കാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ പൈതലേ, ഇന്ന് രാവിലെ നിന്നെ കരുതുന്ന കർത്താവിൻ്റെ കൃപയോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. നിങ്ങളുടെ ഇല്ലായ്മ തീർക്കാനാണ് ദൈവം എന്നെ വിളിച്ചതെന്ന് ഇന്ന് രാവിലെ ഞാൻ ആഴമായി വിശ്വസിക്കുന്നു. തൻ്റെ ജനത്തിൻ്റെ വിശപ്പ് കണ്ട് ശിഷ്യന്മാരെ വിളിച്ച യേശു ഇന്ന് ഈ ദൂത് കേൾക്കുന്ന നിങ്ങളുടെ പ്രയാസങ്ങൾക്കൊരു പരിഹാരം സൃഷ്ടിക്കാനാണ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നതെന്ന് ഞാൻ ആഴമായി വിശ്വസിക്കുന്നൊരു ദൈവദാസനാണ്. ഈ വിശ്വാസം എന്നോട് കൂടെ നിങ്ങളും അർപ്പിച്ച് കർത്താവിനോടൊന്ന് പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. യേശുവേ, ഞാൻ പ്രാർത്ഥിക്കുന്നു, അങ്ങയുടെ ദാസനായ പാസ്റ്റർ ക്രിസ്റ്റിയെ അങ്ങ് വിളിച്ചിരിക്കുന്നത് എൻ്റെ പ്രശ്നങ്ങൾക്കൊരു ഉത്തരം തരാനാണ്. ഈ സഭയെ ദൈവം രൂപപ്പെടുത്തിയിരിക്കുന്നത് എൻ്റെ കാര്യങ്ങൾക്കൊരു വിടുതലിന് വേണ്ടിയാണ്. എനിക്ക് നിത്യതയോളം കടന്നു പോകാനൊരു മാർഗദർശനമായിട്ടാണ്. ഈ ശുശ്രൂഷ ഇന്ന് രാവിലെ ഞാൻ കാണുന്നത് അങ്ങ് എൻ്റെ പ്രശ്നത്തിന് പരിഹാരം തീർക്കുവാൻ അങ്ങയുടെ ഒരു ശിഷ്യനെ അങ്ങ് വിളിച്ചിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിൻ്റെ കുഞ്ഞെ, എൻ്റെ യേശു നിന്റെ ഇല്ലായ്മയ്ക്ക് പരിഹാരം തീർക്കാൻ ചിലരെ വിളിക്കും. നിന്റെ ഇല്ലായ്മകൾക്ക് പരിഹാരം തീർക്കാൻ എൻ്റെ യേശു ചിലരോട് സംസാരിക്കും.
ഞാൻ ആഴമായിട്ട് ഇന്ന് രാവിലെ പറയട്ടെ, നിങ്ങളുടെ ഇപ്പോഴത്തെ കാര്യം നടപ്പിൽ വരുത്തുന്നത് സംബന്ധിച്ച് സ്വർഗം ചിലരോട് ആഴമായി സംസാരിക്കാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് അത് വളരെ വ്യക്തമായി പറയുന്നു. നീ വളരെ പ്രയാസത്തോട് ഇന്ന് രാവിലെ ആയിരിക്കുന്നതിൻ്റെ വിഷയത്തിന് തീർപ്പ് കൽപ്പിക്കാൻ, നിങ്ങളെ കൊണ്ട് പരിഹരിക്കാൻ വയ്യാതെ കഴിഞ്ഞ 2-3 ദിവസങ്ങൾ എന്ന പോലെ ചില ദിനങ്ങളായി, ചില ആഴ്ചകളായി നീ നേരിടുന്ന ചില വിഷയങ്ങൾക്ക് ഒരു തീർപ്പ് കൽപ്പിക്കാൻ സ്വർഗം ഇടപെടുന്ന പകലാണിത്. ഹല്ലേലൂയ! ദൈവം അതിനകത്ത് തീർപ്പ് കൽപ്പിക്കുവാൻ ചിലരെ നിനക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കുന്ന പകലാണിത്. ചില പിണക്കങ്ങൾ മാറിപ്പോവുകയാണ്. നിന്റെ മനസ്സിനകത്ത് നീ ഒരു ഉത്തരം കാത്തിരിക്കുന്ന വിഷയങ്ങളുടെ അകത്ത് ദൈവത്തിൻ്റെ ആത്മാവ് നിനക്ക് വേണ്ടി നീ ആഗ്രഹിക്കുന്നതിനും ഉപരിയായുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട മറുപടിയുമായി നിനക്ക് വേണ്ടി ഒരു കോൾ ഒരുക്കുകയാണ്, നിനക്കൊരു മെയിൽ ദൈവം ഒരുക്കുകയാണ്. നീ കാത്തിരുന്നതിലും ശ്രേഷ്ഠമായത് നിന്റെ അരികിലേക്ക് വരുന്നുണ്ട് എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് രാവിലെ നിന്നോട് ആലോചന പറയുന്നു. അതേ, എൻ്റെ യേശു ചില കാര്യങ്ങൾ ചെയ്യുകയാണ്. ആമേൻ. യേശു അവരുടെ സാഹചര്യങ്ങളെ കണ്ട് ശിഷ്യരെ അരികെ വിളിച്ചു. ആ വചനം അങ്ങനെ തന്നെ പറയുന്നു. ഭക്ഷിപ്പാനൊന്നും ഇല്ലായകൊണ്ട് ശിഷ്യരെ വിളിച്ചു. ദാറ്റ് മീൻസ് നിങ്ങളുടെ ഇല്ലായ്മ ദൈവം നിങ്ങളുടെ കാര്യത്തിന് പരിഹാരത്തിനായി ചിലർക്ക് ദൈവം ഒരു ക്ഷണക്കത്തെഴുതുന്ന ദിവസമാണ്. നിങ്ങളില്ലായ്മയിലാണെങ്കിൽ നിങ്ങളെ കൊണ്ടത് കൂട്ടിയാൽ കൂടാത്ത വിധം അത് പ്രശ്നം വളരെ ഗൗരവമാണെങ്കിൽ പേടിക്കണ്ട, കർത്താവ് കാര്യങ്ങളെ നോക്കാൻ പോവുകയാണ്. ദൈവമക്കളെ, അവരുടെ ചുണ്ടുകൾ യേശുവിനോട് ഭക്ഷണം ചോദിച്ചില്ല, എന്നാൽ അവരുടെ നിശബ്ദത, അവരുടെ വിശപ്പ് യേശുവിൻ്റെ ഹൃദയത്തിൽ ചെന്ന് ആഞ്ഞടിക്കുകയായിരുന്നു. അവർ വാ കൊണ്ട് അപ്പം തരാമോ എന്ന് ചോദിച്ചില്ല, അവർ വാ കൊണ്ട് വീഞ്ഞു തരാമോ എന്ന് ചോദിച്ചില്ല. തൻ്റെ കൂടെ ആയിരുന്ന ജനത്തിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ യേശുവിന് അവരുടെ വിശപ്പ്, അവരുടെ നിശബ്ദത, അവരുടെ ആ ഒരു അനിവാര്യമായ സാഹചര്യത്തിൻ്റെ ഏറ്റവും വലിയ വേദന യേശുവിൻ്റെ ഹൃദയത്തെ ചെന്ന് തട്ടി വിളിക്കുകയായിരുന്നു. ഒന്ന് ഞാൻ പറയാം, നിന്റെ വേദനകൾ അറിയുന്ന, നിന്റെ മനസ്സിൽ നീ മറ്റാരോടും പറയാത്ത നിന്റെ ബുദ്ധിമുട്ടുകളെ അറിയുന്ന ആ ഒരു കർത്താവാണ് ഇന്ന് രാവിലെ നിന്നോട് സംസാരിക്കുന്നത്. നിന്റെ നിലവിളിയെ, നിന്റെ ഹൃദയത്തിന്റെ ഞരക്കത്തെ എൻ്റെ കർത്താവ് കേട്ടിട്ടുണ്ട്. ആമേൻ. ദൈവത്തിന്റെ കുഞ്ഞെ, നീ വാ തുറന്ന് പ്രാർത്ഥിക്കാത്ത 100 കാര്യങ്ങൾക്കിടയിൽ, ആമേൻ 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 ആമേൻ, നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ 1000 പ്രശ്നങ്ങൾക്കിടയിൽ എന്തൊക്കെയോ കാരണങ്ങളാൽ ഒരുപക്ഷെ കിട്ടാൻ പോകുന്നില്ല എന്നുള്ള ഏതൊക്കെയോ ധാരണ നിമിത്തം നിന്റെ വലിയൊരു സ്വപ്നത്തെ നീ വിട്ടുകളഞ്ഞിട്ടുണ്ടാകാം. നിന്റെ വലിയൊരു ആഗ്രഹത്തെ നീ ചോദിക്കാതിരിക്കുന്നുണ്ടാകാം. ഇന്ന് വരെ ചോദിക്കാത്ത ചില കാര്യങ്ങൾ, ആമേൻ, ഇപ്പോൾ നിന്റെ ജീവിതത്തിൽ, നിന്റെ ശരീരത്തിലും നിന്റെ മനസ്സിലും ഒരു തീവ്രമായ നോവായി നീ അനുഭവിക്കുന്ന ചിലത് കർത്താവിന്റെ സമീപത്ത് ഈ ദിവസങ്ങൾ നീ ആയിരിക്കുമ്പോൾ തന്നെ നീ പറയാതെ നിന്റെ മൗനത്തിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ നിന്റെ ശബ്ദത്തെക്കാളും ഉച്ചത്തിൽ കർത്താവ് ഇന്നത് കേൾക്കുകയാണ്. നീ വാ കൊണ്ട് പറയുന്ന വാക്കുകളെക്കാളും വലിയ ശബ്ദത്തിൽ നിന്റെ ഹൃദയത്തിന്റെ വേദനകൾ ദൈവസന്നിധി ചെല്ലുകയാണ്. കർത്താവിന്റെ സന്നിധിയിൽ ചെന്ന കർത്താവിന്റെ ദാസനായ സാമുവേലിന്റെ അമ്മ ഹന്നായെ കുറിച്ച് ബൈബിൾ നമ്മളോട് പറയുന്നു. ഹന്നായുടെ വായിൽ നിന്ന് വന്ന വാക്ക് ഏലി പുരോഹിതന് കേൾക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ അവളുടെ അതരം ചലിച്ചത് സ്വർഗം ഇടിനാദം പോലെ കേട്ടു, ഇടിമുഴക്കം പോലെ കേട്ടു. അതൊരു വലിയ മാറ്റമായി മാറി. അവൾക്കൊരു തലമുറയെ ദൈവം നൽകുന്നതിന് കാരണമായി തീർന്നു. നിന്റെ കുഞ്ഞിന്റെ വിഷയത്തിനകത്ത്, ഒരു തലമുറയുമായി ബന്ധപ്പെട്ട നിന്റെ ആഗ്രഹത്തിനകത്ത് സ്വർഗം നിന്റെ കാലങ്ങളായുള്ള നെടുവീർപ്പുകളെ, കണ്ണുനീരുകളെ ആദരിച്ച് നിനക്കൊരു ഉത്തരം തരാൻ പോവുകയാണ്. കരങ്ങളെ ഉയർത്തി കർത്താവിനൊരു സ്തോത്രം ചെയ്താട്ടെ. ആമേൻ. കർത്താവിന്റെ സാമീപ്യത്തിലായിരുന്നിട്ടും അവനോട് നീ ഒരു മാത്രം പോലും പറയാത്ത ചില കാര്യങ്ങൾ മനസ്സറിഞ്ഞ് നിനക്ക് വേണ്ടി എൻ്റെ യേശു ചെയ്തു തരാൻ പോവുകയാണ്. ആമേൻ. രണ്ടാമത്തെ ഒരു ദൂതിലേക്ക് ഞാൻ കിടക്കട്ടെ. ഇവിടെ യേശു ഈ പുരുഷാരം ഇപ്പോൾ 3 നാളായി എന്നോടുകൂടെ പാർക്കുന്നു, അവർക്ക് ഭക്ഷിപ്പാനൊന്നും ഇല്ലായ്ക കൊണ്ട് എനിക്ക് അവരോട് അലിവ് തോന്നുന്നു. ആദ്യത്തെ വചനം, ഇല്ലായ്മ നിമിത്തം ശിഷ്യന്മാരെ വിളിക്കുകയാണ് യേശു. നിങ്ങളുടെ ഇല്ലായ്മ ചിലർ രംഗത്ത് വരാൻ കാരണമാകും. നിങ്ങളുടെ പ്രയാസം ചിലരെ ദൈവം നിങ്ങൾക്ക് വേണ്ടി രംഗത്ത് കൊണ്ടുവരുന്നതിനൊരു മാർഗമായി മാറും. 2, എൻ്റെ യേശു ഇല്ലായ്മ കാണുമ്പോൾ അലിവ് തോന്നുന്നവനാണ്. ഒരാമേൻ പറയണം. എൻ്റെ കർത്താവ്, എൻ്റെ യേശു എൻ്റെ ഇല്ലായ്മ കാണുമ്പോൾ അലിവുള്ള ദൈവമാണ്. ഈ പുരുഷാരം ഇപ്പോൾ 3 നാളായി എന്നോടുകൂടെ പാർക്കുന്നു, അവർക്ക് ഭക്ഷിപ്പാനൊന്നും ഇല്ലായ്ക കൊണ്ട് എനിക്ക് അവരോട് മനസ്സലിവ് തോന്നുന്നു. മർക്കോസ് 8-ന്റെ ഈ 2-ാമത്തെ വചനം നാം വായിക്കുമ്പോൾ ഇല്ലായ്മ കണ്ടതിനാൽ ശിഷ്യന്മാരെ വിളിച്ച യേശുവിനെയാണ് നമ്മൾ ആദ്യത്തെ വചനത്തിൽ കണ്ടതെങ്കിൽ, ഇപ്പോഴിതാ ഇല്ലായ്മ കാണുമ്പോൾ അലിവ് തോന്നുന്ന യേശുവിനെ 2-ാം വചനത്തിൽ നാം കാണുന്നു. 1-ാം വചനത്തിൽ ഇല്ലായ്മയുടെ പേരിൽ ശിഷ്യന്മാരെ വിളിക്കുന്ന യേശു. ആമേൻ. ഒന്ന് ഞാൻ ആലോചന ഇവിടെ നിന്നൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നു.
ദൈവം നിന്നെ വിളിക്കുന്നത് അനേകായിരങ്ങളുടെ കുറവ് തീർക്കാനാണ്. ദൈവം നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്ന നിന്റെ വയറ് നിറയ്ക്കാനല്ല. ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത് നിന്റെ കാര്യങ്ങൾ മാത്രം നടക്കാനല്ല. അനേകരുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരത്തിനായി ദൈവം നിന്റെ കുടുംബത്തിൽ നിന്ന് വിളിച്ചിരിക്കുകയാണ്. അനേക ദേശങ്ങളുടെ ഒരു ഉണർവിന് വേണ്ടി ദൈവം കൃപയാൽ നിന്നെ കണ്ടെത്തിയിരിക്കുകയാണ്. ദൈവവൈതലെ, നീ ആയിരിക്കുന്ന സാഹചര്യത്തിൽ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് നിന്റെ മേൽ ഈ ദിവസങ്ങളിൽ വ്യക്തമായി വന്നത് നിന്നെ പ്രതി ദൈവം ആയിരങ്ങളെ കണ്ടിട്ടുണ്ട്. നിന്നെ പ്രതി അനേകരുടെ കണ്ണുനീര് തുടയ്ക്കുന്ന ഒരു പദ്ധതി ദൈവത്തിന് നിന്റെ മേലുണ്ട്. കർത്താവേ, ഞാൻ അതിനായിട്ട് എന്നെ സമർപ്പിക്കുന്നു എന്ന് ഇന്ന് രാവിലെ ദൈവത്തോട് പറയുക. രണ്ടാമത്തെ വചനത്തിൽ യേശു പറയുന്നു, അവർക്ക് ഇപ്പോൾ കഴിക്കാനൊന്നുമില്ല. ഇപ്പോഴിതാ ഇല്ലായ്മ കാണുമ്പോൾ അലിവ് തോന്നുന്ന യേശുവിനെ നാം രണ്ടാം വചനത്തിൽ കാണുന്നു. കർത്താവിന് നമ്മളോട് തോന്നുന്ന അലിവ് ആദ്യം പ്രതീക്ഷിക്കാത്തൊരു അത്ഭുതമായി മാത്രമേ നമുക്കത് ചിന്തിക്കാൻ കഴിയുള്ളൂ. പക്ഷേ ദൈവത്തിൻ്റെ അലിവ് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉദയം ചെയ്താൽ അത് നമ്മുടെ ജീവിതത്തിൽ ഒരു മഹാത്ഭുതം ചെയ്തേ അത് അവസാനിക്കുകയുള്ളൂ. ഇന്നത്തെ ഈ ദിവസം കർത്താവിന് നിന്നോടുള്ള മനസ്സലിവ് ഒരു സഹതാപ വികാരമായി അവസാനിക്കുകയില്ല. ഞാൻ ഒന്നുകൂടെ പറയുന്നു, കർത്താവിന് നിങ്ങളോടുള്ളതായി ഈ മനസ്സലിവ് കേവലം ഒരു സഹതാപമായി അയ്യോ 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 ഇങ്ങനൊരു അയ്യോമത്വ പരിപാടിയിൽ അവസാനിക്കുകയില്ല. അതൊരു ദൈവ പ്രവൃത്തിയെ കൊണ്ടുവരും. കർത്താവിന് നിന്നോടുണ്ടാകുന്ന മനസ്സലിവ് നിന്റെ ജീവിതത്തിന്റെ സ്റ്റക്കായി പോയ സാഹചര്യങ്ങളിൽ നിനക്കൊരു വഴിയെ അത് ഒരുക്കും. നിന്റെ ജീവിതത്തിലെ അസാധ്യത്തെ അത് സ്പർശിക്കും. ഒടുവിൽ ആരും പ്രതീക്ഷിക്കാത്തൊരു അത്ഭുതമായി നിന്റെ ജീവിതത്തിൽ ദൈവം അതിനെ പൂർത്തീകരിക്കും. ആ കാര്യങ്ങളെ ഉയർത്തി എൻ്റെ ദൈവത്തിൻ്റെ മനസ്സലിവിനാൽ എൻ്റെ വാതിലുകൾ തുറക്കുന്നു. ദാറ്റ് മീൻസ് എൻ്റെ യേശുവിന് എന്നോട് തോന്നുന്ന മനസ്സലിവ് എൻ്റെ ലൈഫിൻ്റെ താക്കോലായി മാറുകയാണ്. എൻ്റെ യേശുവിന് എന്നോട് തോന്നുന്ന അലിവ് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു നെക്സ്റ്റ് ബ്രേക്ക് ത്രൂ ആയി മാറുകയാണ്. അതെ, ദൈവത്തിൻ്റെ മനസ്സലിവ്. ആമേൻ. എൻ്റെ യേശുവിൻ്റെ മനസ്സലിവ് ഒരിക്കലും ഒരു കണ്ണുനീരിൽ അവസാനിക്കുകയില്ല. അതിൻ്റെ ജീവിതത്തിൽ അപ്പമായി മാറും. ഇവിടെ അതാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ കർത്താവിന് നമ്മളോട് തോന്നുന്ന മനസ്സലിവ് നമ്മൾക്കൊരു ഉപജീവന മാർഗമായി മാറും. നമ്മുടെ കർത്താവ് നമ്മളോട് മനസ്സലിഞ്ഞ് കാണിക്കുന്ന ഈ ഒരു സ്നേഹം നമ്മുടെ ജീവിതത്തിൽ ചില പുതിയ വഴിത്തിരിവുകളെ ഉണ്ടാക്കും. ഒരുപക്ഷെ ആഹാര സന്ധാരണത്തിനൊരു മാർഗമില്ലാതെ, ഒരു ജോലിയില്ലാതെ വ്യാകുലപ്പെടുന്നവരോട് കർത്താവ് ഇത് പറയുന്നത്, എൻ്റെ മനസ്സലിവ് നിനക്കൊരു അന്നദാന സമ്പാദനത്തിന്റെ കാരണമായി മാറും. നിന്റെ ഉപജീവന മേഖലയിൽ ഒരു മിറാക്കിൾ നടക്കാൻ ഇന്ന് രാവിലെ കർത്താവിന്റെ മനസ്സലിവ് ഒരു കാരണമായി മാറും. കർത്താവിൻ്റെ മനസ്സലിവ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു പുതുവഴിയായി മാറും. കർത്താവിൻ്റെ മനസ്സലിവ് ചില നാളുകളായി ഭാരപ്പെടുന്ന വിഷയത്തിൽ നിനക്കുന്നൊരു അത്ഭുത വിടുതലായി വരാൻ പോവുകയാണ്. കർത്താവിൻ്റെ മനസ്സലിവ് നിന്നെ സ്പർശിച്ചാൽ, ആമേൻ, ഇതിൻ്റെ അവസാന അധ്യായം ആരും പ്രതീക്ഷിക്കാത്ത ഒരു വലിയ മിറാക്കിളായിരിക്കും. കർത്താവിൻ്റെ ഏറ്റവും വലിയ അലിവ് വെളിപ്പെട്ടത് ഈ മരുഭൂമിയിലെ അപ്പം കൊടുക്കുന്ന വേളയിൽ മാത്രമല്ല. യേശുവിൻ്റെ ഏറ്റവും വലിയ മനസ്സലിവ് വെളിപ്പെട്ടത് ദൈവപൈതലെ കാൽവറി ക്രൂശിലാണ്. തൻ്റെ ഒപ്പം ക്രൂശിക്കപ്പെടുന്ന ോട് യേശു ആ അലിവ് കാണിച്ചു. ആ കള്ളൻ എന്ന് പറയുന്ന മനുഷ്യനോട് യേശു പറഞ്ഞു, ഇന്ന് നീ എന്നോട് കൂടെ പറുദീസായിലിരിക്കും. ആമേൻ. തന്റെ പ്രിയപ്പെട്ട ശിഷ്യനായ യോഹന്നാൻ യേശുവിന്റെ ക്രൂശിന്റെ മുമ്പിൽ നിൽക്കുന്നു. തന്റെ പ്രിയപ്പെട്ട അമ്മ തന്റെ ക്രൂശിന്റെ മുമ്പിൽ നിൽക്കുന്നു. തൻ്റെ പ്രിയ ശിഷ്യനോട്, തൻ്റെ അമ്മയോട് യേശു അലിവ് കാണിച്ചു. തീർന്നില്ല. യേശുവിൻ്റെ കാൽവറിയിലെ ആദ്യത്തെ വാക്ക്, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. തന്നെ ദ്രോഹിച്ച ശത്രുക്കളോട്, അധർമ്മികളായ നമ്മളോടാണ് കർത്താവ് ഏറ്റവും വലിയ കാരുണ്യം കാണിച്ചത്. ഏറ്റവും വലിയ കനിവ് കർത്താവ് നമ്മളോടാണ് കാണിച്ചത്. ആർക്കും കനിവ് തോന്നാത്ത നമ്മളോട് യേശുവിന് തൻ്റെ മനസ്സിലുണ്ടായ ഈ അലിവാണ് ഇന്ന് രാവിലെ നാം അനുഭവിക്കുന്ന സകല സന്തോഷങ്ങൾക്കും കാരണമാകുന്നത്. ഇന്ന് രാവിലെ കാൽവറി ക്രൂശ് ദൈവത്തിന് നിങ്ങളോട് അലിവ് തോന്നുന്നു എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ്. ഞാൻ നിന്നോട് കേവലം നിന്റെ വിശപ്പിൽ മാത്രമല്ല, നിന്റെ തകർന്നു പോകുന്ന ജീവിതത്തിലും അനാഥമായി പോകുന്ന നിന്റെ ആത്മാവിൻ്റെ ഭാവിയിലും ഞാൻ മനസ്സലിവ് കാണിക്കുന്നു. ഞാൻ നിനക്ക് നിത്യത തരുന്നു. ഞാൻ നിനക്ക് നിത്യജീവൻ തരുന്നു. എന്നോടുകൂടെ നിനക്കും എൻ്റെ ദൈവപിതാവിൻ്റെ സവിധത്തിൽ മകനായി മകളായി ജീവിപ്പാനുള്ള സൗഭാഗ്യം ഞാൻ ഇതാ തുറക്കുകയാണ്. ഇതാണ് കാൽവറി ക്രൂശിൽ വെളിപ്പെടുന്ന യേശുവിൻ്റെ മനസ്സലിവ് നമ്മളോട് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ ആ കൃപ നമ്മുടെ മേൽ ഒഴുകുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്നേഹനിധിയായ സ്വർഗീയ നല്ല പിതാവേ, അങ്ങയുടെ വാത്സല്യനിധിയായ പുത്രനും ഞങ്ങളുടെ പ്രാണരക്ഷകനുമായ യേശു ക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ അവിടുത്തെ ആത്മാവിൻ്റെ നിറവിൽ ഞാൻ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്നിവരുടെ ജീവിതത്തിൽ വയറെരിയുന്ന വേദനകൾ, ഉള്ളം നീറുന്ന സങ്കടങ്ങൾ, പ്രാണൻ പറഞ്ഞു പോകുന്ന മാനസിക ദുഃഖങ്ങൾ, ആരും സഹായിക്കാനില്ലാത്ത ജീവിത സാഹചര്യങ്ങൾ, ഇതിന് നടുവിൽ വ്യാകുലപ്പെടുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ പരമോന്നതമായ കരം ദൈവമേ നീ നീട്ടണമേ. ഇവർക്കൊരു മാർഗം നീ തുറക്കണമേ. ഇവർക്ക് വേണ്ടി ഇന്ന് പകൽ വിശാലതകളെ സൃഷ്ടിക്കണമേ. സഹായിക്കുന്ന ശിഷ്യന്മാരെ എഴുന്നേൽപ്പിക്കണമേ.
കർത്താവേ, ഇവരുടെ അവസ്ഥയ്ക്കകത്തൊരു വർധനവിൻ്റെ മിറാക്കിൾ അങ്ങ് ചെയ്യണമേ. ഞാൻ ഇന്ന് പകൽ അങ്ങയുടെ പ്രിയ മക്കളെ തിരുക്കരങ്ങളിലേക്ക് തരുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇവരുടെ ജീവിതത്തിൽ ഈ നിമിഷം തടസ്സങ്ങൾ മാറിപ്പോകട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ. ക്രിസ്തുവിലുള്ള പ്രത്യാശയും ഭാവിയും വിടുതലും ഈ സെക്കൻഡിൽ ഇവരുടെ മേൽ വ്യാപിക്കട്ടെ. ക്രൂശിൽ വെളിപ്പെട്ട യേശുവിൻ്റെ ചോരയിൽ ഞങ്ങൾക്ക് വേണ്ടി പിതാവായ ദൈവം കാണിച്ച അനശ്വരമായ കാരുണ്യത്തിൻ്റെ അവസാനിക്കാത്ത സ്നേഹത്തിൻ്റെ നീരുറവ ഇന്ന് പകൽ ഇവരുടെ ജീവിതങ്ങളിലേക്ക് ഒഴുകി വരട്ടെ. കനിവിൻ്റെ പ്രവാഹം ഞങ്ങൾ കാൽവറിയിൽ കാണുന്നു. മനസ്സലിവിൻ്റെ ദൈവപ്രവാഹം ഞങ്ങൾ ക്രൂശിൽ കാണുന്നു. ആ ദൈവിക പ്രവാഹത്തിൽ ഇന്ന് രാവിലെ ഞങ്ങളുടെ പ്രിയ മക്കളെല്ലാവരും സന്തോഷിക്കട്ടെ, വിടുതൽ പ്രാപിക്കട്ടെ. പ്രാർത്ഥിച്ചവരെ എല്ലാവരെയും അങ്ങയുടെ പൊന്നുകരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ ദൈവം പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി. യേശുവിൻ്റെ ശ്രേഷ്ഠമേറിയ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. നീ ചോദിക്കാത്ത കാര്യവും നീ നനയ്ക്കാത്ത കാര്യവും എൻ്റെ കർത്താവ് ഇന്ന് പകൽ നിനക്കായി ചെയ്യും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നീ വെയിറ്റ് ചെയ്യുന്ന കാര്യത്തിന് ഇന്നൊരു ആൻസർ ഉണ്ടാകും. നീ സ്ട്രഗിൾ ചെയ്യുന്ന ഈ മൊമെൻറ്റിൽ നിന്റെ പ്രശ്ന പരിഹാരത്തിനായി ദൈവം ഒരു വാതിൽ തുറക്കുന്നു. ഇന്നത്തെ ദിവസം നീ ദൈവത്തിൻ്റെ വിശാലമായ കരത്തിൻ്റെ പ്രവൃത്തിയെ വ്യക്തമായി കാണും. ധൈര്യമായിരിക്കുക, കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട്. കോട്ടയത്താണ് നമ്മളുടെ ആരാധനാലയം. കോട്ടയത്ത് ലോഗോസ് ജംഗ്ഷനിലുള്ള മന്നാകുളത്തിൽ ബിൽഡിങ്ങിലാണ് ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് സഭയുടെ വിശുദ്ധ ശുശ്രൂഷകൾ നടക്കുന്നത്. എല്ലാ ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും നമുക്ക് നേരിൽ കണ്ട് പ്രാർത്ഥിപ്പാൻ അവസരമുണ്ട്. ഇനി നിങ്ങളുടെ ജീവിതം ഈ സഭയോടുകൂടി ആയിരിക്കണം. നമുക്ക് ഒരുമിച്ച് വേണം ഇനി മുന്നോട്ട് പോകാൻ. നിങ്ങൾ ഇനി വീട്ടിൽ തന്നെ ഇരുന്ന് കണ്ട് സന്തോഷിക്കരുത്, നിങ്ങൾ എത്തണം. കാരണം എനിക്കിനി നിങ്ങളെ നേരിൽ കണ്ടേ മതിയാകുകയുള്ളൂ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചേ പറ്റുകയുള്ളൂ. കാരണം നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കുറവ് തീർക്കാൻ യേശു നിങ്ങൾക്ക് വേണ്ടി തൻ്റെ ശിഷ്യനായി എന്നെ വിളിച്ചിരിക്കുന്നു. നിങ്ങൾ എൻ്റെ അരികിൽ വരണം പ്രിയപ്പെട്ടവരെ. എനിക്ക് നിങ്ങളെ കാണണം, നിങ്ങൾ എത്തണം. എനിക്ക് നിങ്ങളോടുകൂടെ കർത്താവിനെ ആരാധിക്കണം. എനിക്ക് നിങ്ങളോടുകൂടെ ഈ സന്തോഷം ജീവിക്കണം. ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്, നിങ്ങൾ വരണം. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും, നിങ്ങളെ കർത്താവ് ഉയർത്തും, നിങ്ങളുടെ സാഹചര്യങ്ങളിൽ യേശു പ്രവർത്തിക്കും. എൻ്റെ യേശു വിശ്വസ്തനാണ്, അവിടുന്ന് ഒരിക്കലും നിങ്ങളെ തള്ളിക്കളയുകയില്ല. ഇത് മറ്റുള്ളവർക്ക് പങ്കുവെക്കാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും യേശുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളോടുകൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.